ഹലോ, ജയം ട്രാവൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണാചലേശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് രമണാശ്രമം. അരുണാചലം ചലിച്ചാൽ രമണ മഹർഷി നിശ്ചലമായാൽ അരുണാചലം എന്നാണ് പറയുക. അപ്പോൾ ചലിക്കുന്ന അരുണാചലമായ രമണ മഹർഷി ജീവിച്ചിരുന്ന ആശ്രമവും പരിസര പ്രദേശങ്ങളും കാണുവാനാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ എത്തി. എന്നിരുന്നാലും ധാരാളം സന്ദർശകരുണ്ട്. ഏറിയ പങ്കും വിദേശീയരാണ്. ആശ്രമത്തിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫിയൊന്നും അനുവദനീയമല്ല. ഇത് ആശ്രമത്തിൻ്റെ മുൻഭാഗമാണ്. മഹർഷി സമാധിയായ സ്ഥലവും അതുപോലെ അദ്ദേഹം പൂജിച്ചിരുന്ന ശിവലിംഗവും ഒക്കെ ഉൾപ്പെടുന്ന 2 വലിയ പ്രാർത്ഥനാ ഹാളുകളുണ്ട്. എത്രയോ പേരാണ് നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന് ധ്യാനസുഖം അനുഭവിക്കുന്നത്. അവരിലൊരുവരായി കുറച്ച് സമയം ആശ്രമത്തിനുള്ളിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ ആശ്രമത്തിന് പുറകിലെ സ്കന്ധാശ്രമത്തിലേക്കും വിരൂപാക്ഷ ഗുഹയിലേക്കും പോകുകയാണ്. ആരാണ് രമണ മഹർഷി എന്ന് ചോദിച്ചാൽ, ഭാരതീയ ജ്ഞാനപരമ്പരയിലെ വേദവ്യാസൻ, ഗൗതമ മുനി, ആദിശങ്കരൻ എന്നിവരുടെ പിൻഗാമിയായി പരിപൂർണമായ ബ്രഹ്മ അനുഭവത്തിന് ശേഷവും ഒരു ജീവൻ മുക്തൻ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കുന്നതെന്ന് കാണിച്ചു തന്ന മഹാനുഭാവൻ. ഹൃദയകുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്ന തിരിച്ചറിവിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം കാണിച്ചു തന്ന സന്യാസി ശ്രേഷ്ഠൻ. ആശ്രമത്തിന് പിന്നിലായി വനമധ്യത്തിലൂടെയുള്ള കല്ലുപാകിയ വഴിയെ മുന്നോട്ട് നടക്കുമ്പോൾ കല്ലുകൾ കൊണ്ട് ചെറിയ ചെറിയ രൂപങ്ങൾ നിർമ്മിച്ച് അവിടെ ഇരുന്ന് തന്നെ അത് കച്ചവടം നടത്തുന്ന തദ്ദേശവാസികളായുള്ള ആളുകളെ കണ്ടു. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഈ വഴിയെ കുറച്ചു ദൂരമൊന്ന് വന്നതാണ്. പക്ഷേ വിരൂപാക്ഷ ഗുഹയിലേക്കൊക്കെയുള്ള സന്ദർശക സമയം 9 മണി തൊട്ട് വൈകുന്നേരം 4:30 വരെയാണ്. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയതാണ്. ഈ വഴിയിൽ നോക്കൂ, ധാരാളം വാനരന്മാരുണ്ട്. നല്ല ചൂട് സമയമായതുകൊണ്ട് നല്ല ദാഹമുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്നും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. ആദ്യം കണ്ട കുറച്ച് പേരൊക്കെ മര്യാദക്കാരായിരുന്നു. പക്ഷെ പിന്നീട് സ്വഭാവം മാറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പയ്യെ അവരെ കടന്ന് മുന്നോട്ടേക്ക് നടന്നു. മുന്നോട്ട് നടക്കുമ്പോഴാണ് ഓർമ്മയിൽ വന്നത്, ആശ്രമത്തിനുള്ളിലും കണ്ടിരുന്നു പല സമാധി സ്ഥലങ്ങൾ. മഹർഷി ഏറെ സ്നേഹപൂർവ്വം വളർത്തിയിരുന്ന ജാക്കി എന്ന നായ, ലക്ഷ്മി എന്ന പശു, കാക്കകൾ, മയിലുകൾ, ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പക്ഷിമൃഗാദികൾക്കും അവിടെ സമാധി സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഈ കാട്ടിലെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പക്ഷിമൃഗാദികളും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് വളർന്നവരാണ്. ഇപ്പോഴും ആശ്രമത്തിനുള്ളിൽ ധാരാളം മയിലുകളൊക്കെ അങ്ങനെ ഒരു പേടിയും കൂടാതെ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോൾ രമണ മഹർഷിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് കൂടി ചിലത് പറയണ്ടേ. തമിഴ്നാട്ടിലെ തിരുച്ചുഴി ഗ്രാമത്തിൽ സുന്ദരമയ്യരുടെയും അഴകമ്മാളിൻ്റെയും പുത്രനായി 1879 ഡിസംബർ മാസം 30-ാം തീയതി, അതായത് ആദി അരുണാചലേശ്വര ക്ഷേത്രത്തിൽ അഗ്നിസ്തംഭം ജ്വലിച്ച നാൾ, ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് മഹർഷി പൂജാതനായത്. ബാഹ്യമായ യാതൊരു ആധ്യാത്മിക അനുഭൂതിയും ഇല്ലാതിരുന്നൊരു കുട്ടിയായിരുന്നു വെങ്കിട്ടരാമൻ. പക്ഷേ 17-ാമത്തെ വയസ്സിൽ ആദ്യമായി മരണാനുഭവം അദ്ദേഹത്തിന് സാധ്യമായപ്പോൾ അതിനുശേഷമാണ് എല്ലാ ബാഹ്യബന്ധങ്ങളോടും അദ്ദേഹം വിമുഖനായി തുടങ്ങിയത്. അങ്ങനെ ഒരിക്കൽ വീട്ടിലാരോടും പറയാതെ കയ്യിൽ 5 രൂപ മാത്രം വെച്ചുകൊണ്ട് അരുണാചലം ലക്ഷ്യമാക്കി അദ്ദേഹം യാത്ര പുറപ്പെട്ടു. പല ദുർഘടങ്ങൾക്ക് ശേഷം അരുണാചലേശ്വര ക്ഷേത്ര സന്നിധിയിലെത്തിയ അദ്ദേഹം അന്നു തൊട്ട് 1950 ഏപ്രിൽ 14 മഹാസമാധിയാകുന്നത് വരെ ഈ ക്ഷേത്ര പരിസരത്തും ആശ്രമത്തിലും ഒക്കെയായാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം സമാധിയായ ദിവസം തെക്കുനിന്നൊരു ദീപം ജ്വലിച്ച് അരുണാചലത്തിനുള്ളിലേക്ക് മറഞ്ഞതായും പറയപ്പെടുന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണല്ലോ രമണാശ്രമത്തിലേക്ക്. രമണാശ്രമത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമുണ്ട് മുകളിലേക്ക് മല കയറുമ്പോൾ. അങ്ങനെ മലമുകളിൽ എത്തിയാൽ ഇതാ നോക്കൂ, താഴേക്ക് നോക്കിയാൽ നമുക്ക് അരുണാചലേശ്വര ക്ഷേത്രം കാണാം. അങ്ങ് ദൂരെ 4 ഗോപുരങ്ങൾക്ക് നടുവിലായി നിൽക്കുന്ന ക്ഷേത്രം. ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. യാത്രയിലുടനീളം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏതൊരു വൃക്ഷച്ചുവട്ടിലും ഏകാഗ്രമായ മനസ്സോടെ ധ്യാനനിമഗ്നരായിരിക്കുന്ന വിദേശീയരെ കണ്ടപ്പോഴാണ്. ലൗകിക സുഖ ജീവിത സൗകര്യങ്ങൾക്കിടയിലും നഷ്ടമാകുന്ന
ആത്മാനുഭൂതി, ആത്മജ്ഞാനം അതന്വേഷിച്ചാണ് അവർ കടൽ കടന്ന് ഭാരതത്തിലേക്ക് എത്തുന്നത്. പോൾ ബ്രണ്ടൻ എന്ന ആംഗലേയ എഴുത്തുകാരൻ്റെ എ സീക്രട്ട് സെർച്ച് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് രമണ മഹർഷി ലോകമെമ്പാടും അറിയപ്പെടുവാൻ തുടങ്ങിയത്. ഇതാ നോക്കൂ, നമ്മൾ സ്കന്ധാശ്രമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പർണശാല. അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു സാധാരണ കെട്ടിടമാണ് ആദ്യം കാണുന്നത്. എങ്കിലും ഇതിനുള്ളിലാണ് 1916 തൊട്ട് 1924 വരെ രമണ മഹർഷി ജീവിച്ചിരുന്ന ഗുഹ. പരിപൂർണ നിശബ്ദതയും കൂരിരുട്ടും നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിലും ധ്യാനനിമഗ്നരായിരിക്കുന്ന വിദേശിയെ കണ്ടു. കുറച്ചു സമയം ഭഗവത് സാന്നിധ്യം അനുഭവിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ദാ നോക്കൂ, ഒരു അമ്മയും മകനും. പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും മാതൃവാത്സല്യത്തിന് എന്നും ഒരേ ഭാവം മാത്രം. ഇനി നമുക്ക് വിരൂപാക്ഷ ഗുഹയിലേക്കാണ് പോകേണ്ടത്. താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടെയാണ് സഞ്ചരിക്കേണ്ടത്. കാടല്ലേ. വിരൂപാക്ഷ ഗുഹ എന്ന പേര് വരാൻ കാരണം പണ്ടവിടെ വിരൂപാക്ഷ ദേവർ എന്നൊരു സിദ്ധനാണ് ജീവിച്ചിരുന്നത്. 1899 മുതൽ 1916 വരെയുള്ള 17 വർഷക്കാലം ശ്രീ രമണ മഹർഷി ഈ ഗുഹയ്ക്കുള്ളിലാണ് ജീവിച്ചിരുന്നത്. ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നാണ് അദ്ദേഹം അരുണാചല സൂക്തം, ഉപദേശസാരം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ശങ്കരാചാര്യരുടെ കൃതികൾ വിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്നത്. ലോകമെമ്പാടുമുള്ള ധാരാളം മുമുക്ഷുക്കൾ, കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു, തപോവനം സ്വാമികൾ, നിത്യചൈതന്യയതി തുടങ്ങിയവരൊക്കെ തന്നെ അദ്ദേഹത്തെ ഇവിടെ വന്ന് ദർശിച്ചിരുന്നു. അദ്ദേഹവും മറ്റു മനുഷ്യരുമായുള്ള സംവാദം അല്ലെങ്കിൽ സംഭാഷണങ്ങൾ വചനാമൃതം എന്ന പേരിലും കൃതിയാക്കപ്പെട്ടിട്ടുണ്ട്. പ്രണവാകൃതിയിലുള്ള ഈ ഗുഹ ഈ കല്ലിനടിയിലാണ്. അകത്തേക്ക് തല കുനിച്ചു വേണം കയറാൻ. പക്ഷേ കയറിക്കഴിഞ്ഞാൽ നിവർന്നു നിൽക്കാനും അത്യാവശ്യം ധ്യാനനിമഗ്നരായിരിക്കുവാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെയും ധാരാളം വിദേശീയരാണ് അഞ്ജലീബദ്ധരായി അതിനുള്ളിലിരിക്കുന്നത്. വിരൂപാക്ഷ ഗുഹയിലെ താമസക്കാലത്തും വേനൽക്കാലമാകുമ്പോൾ ഭഗവാൻ താഴെ മുലപ്പാൽ തീർത്ഥത്തിനടുത്തുള്ള മാമരത്ത് ഗുഹയിലേക്ക് താമസം മാറ്റുമായിരുന്നു. വിരൂപാക്ഷ ഗുഹയിലെ താമസക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാവും ഇവിടെ താമസിച്ചിരുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും ശ്രീ രമണ മഹർഷിയുടെ കാൽപാദങ്ങൾ പതിയാത്തൊരിടം ഈ കാട്ടിലുണ്ടാവില്ല. ഇവിടെ നിന്നും നേരെ താഴേക്ക് ഇറങ്ങിയാൽ ജീവൻ മുക്തരുടെ പല സമാധിസ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അരുണാചലേശ്വര ക്ഷേത്രമായി. പക്ഷേ നമുക്ക് ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോവേണ്ടതുണ്ടല്ലോ. പാദരക്ഷകൾ അവിടെയല്ലേ. അതും ഒരു അടയാളമായി എനിക്ക് തോന്നി. കാരണം നമുക്ക് ലൗകിക ജീവിതത്തിലേക്കും കർമ്മബന്ധങ്ങളിലേക്കും തിരിച്ചു പോവേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നാം വെറും കാഴ്ചക്കാർ മാത്രം. ഞങ്ങൾ മടങ്ങി വരുന്നതും കാത്തതാ കുറച്ച് പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കടലയൊക്കെ അവർക്ക് കൊടുത്തു. കുറച്ച് നേരം അവരുമായി കുശലമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ അരുണാചലത്തിൽ നിന്നും താഴേക്കിറങ്ങി. അങ്ങനെ തിരിച്ച് ആശ്രമത്തിനുള്ളിലൂടെ നടന്നു വരുമ്പോഴാണ് മുൻഭാഗത്തായി ഒരു വലിയ ക്യൂ കണ്ടത്. ഭക്ഷണത്തിനുള്ളതാണ്. അങ്ങനെ ഞങ്ങളും ക്യൂവിൽ പങ്കാളികളായി. തികച്ചും സാത്വികമായ ഭക്ഷണം. ഗിരിവലയത്തെക്കുറിച്ച് കൂടി പറയാതെ ഈ വീഡിയോ ഏതാണ്ടൊന്ന് പൂർണ്ണമാവില്ല. ഗിരിവലയമെന്നാൽ അരുണാചലത്തിന് പ്രദക്ഷിണം വെക്കുക. 14 കിലോമീറ്ററാണ്. കാർത്തിക ദീപ മഹോത്സവത്തിനും മറ്റുമായി ഇവിടെ എത്തുന്ന ആയിരങ്ങൾ ഇതൊരു അനുഷ്ഠാനമായി ചെയ്തു പോരുന്നു. ശ്രീ രമണ മഹർഷിയുടെ കാലത്ത് അദ്ദേഹം ഗിരിവലയത്തിന് പുറപ്പെടുമ്പോൾ ആശ്രമം ഒന്നാകെ നിശബ്ദമായി അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്തവണ ഗിരിവലയം സാധ്യമായില്ല. വീണ്ടും ഒരിക്കൽ കൂടി വന്ന് ഗിരിവലയം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഈ പുണ്യഭൂമിയിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ മടങ്ങുന്നു. വീണ്ടും കാണും വരെ ബൈ.